ഗുഡ് മോർണിംഗ് ടു യു. ഗുഡ് മോർണിംഗ് സർ. അങ്കിൾ, എന്റെ അച്ഛന്റെ കത്ത് വന്നോ? ഇല്ല മോളെ, ഇതുവരെ വന്നില്ല. വരുമ്പോ ഞാൻ പറയാം. ആ മേസ്തിരി ശശിയെ ഒന്ന് കാണണം. 2 മാസമായി വരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നേ. ഇന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു കാലത്ത് ഒരു ചായയും 2 കൂട്ടുകാരും ഉണ്ടെങ്കിൽ ജീവിതം പൊളിയല്ലേ? ആ ശിവന്റെ വീട്ടിൽ താമസിക്കുന്ന അനു എന്ന പെൺകുട്ടിയില്ലേ, ആ കുട്ടിയുടെ അച്ഛൻ എന്ത് പറ്റിക്കും? അനുവിന്റെ അച്ഛൻ വർഷങ്ങൾ മുമ്പ് വിദേശത്തേക്ക് പോയി. പിന്നെ ഒരു വാർത്തയുമില്ല. ഏതോ ഒരു മോഹം മിഴികളിൽ തെളിയുന്നു, ചൊല്ലത്ത വാക്കുകൾ നെഞ്ചിൽ മധുരമാം നോവായി പാടുന്നു. ഓർമ്മകൾ താൻ പൂവുപാതയിൽ എന്നും വിരിയും, എന്നും വിരിയും. ഏതോ ഒരു മോഹം മിഴികളിൽ തെളിയുന്നു, ചൊല്ലത്ത വാക്കുകൾ നെഞ്ചിൽ മധുരമാം നോവായി പാടുന്നു. ഓർമ്മകൾ താൻ പൂവുപാതയിൽ എന്നും വിരിയും, എന്നും വിരിയും. നിന്റെ അച്ഛൻ വർഷങ്ങൾ മുമ്പേ മരിച്ച്. ആ കത്തുകളെല്ലാം രാജൻ തന്നെയാണ് എഴുതിയത്. മോളെ, എന്റെ വീട്ടിൽ ചെന്ന് അവിടെ മുറിയിലൊരു പെട്ടിയുണ്ട്. അതിലൊരു കത്തും. ആ കത്ത് മോൾക്കുള്ളതാണ്. മോളെ, നിനക്കൊരു പ്രതീക്ഷ ഉണ്ടാകണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കത്തുകൾ എഴുതിയത്. ക്ഷമിക്കണം. നിന്റെ അച്ഛനെ പോലെ നിന്നെ സ്നേഹിച്ച രാജൻ.